ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കണ്ടോ, 2 ലഗേജ് ഉണ്ട്, ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, തലയിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ബാഗുകൾ. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, ടിക്കറ്റ് മാറി മാറി വന്നു. ടിക്കറ്റിൻ്റെയൊക്കെ പ്രൈസൊക്കെ വളരെ കൂടുതലായിരുന്നു, എങ്കിലും ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു പോവുകയാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പം പോകും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം. കഴിഞ്ഞ വർഷം തിരിച്ചു വന്നപ്പോഴേ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയില്ല. എന്തായാലും നിങ്ങൾ ഞാൻ പോകുന്നതൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാനിപ്പോൾ ലഗേജൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ എയർപോർട്ടിൽ വന്നു. ഷോർട്ടായിട്ട് എടുക്കുന്നുള്ളൂ എല്ലാ വീഡിയോസിലും. എയർപോർട്ടിൽ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് നമുക്ക് വിൻഡോയിൽ കൂടെ വെളിയിൽ കൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് വെളിഭാഗമൊക്കെ കാണാം. ചെറുതായിട്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലേ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ്. അച്ഛനും അമ്മ, ഞാൻ, ചേച്ചി, ചേട്ടൻ, കുഞ്ഞമ്മ, പിള്ളേരെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഒന്നും മാറിപ്പോയി. ഫ്ലൈറ്റിൽ വന്നതിൻ്റെ വീഡിയോ ഞാൻ രണ്ടാമതായിട്ടത്. അത് കഴിഞ്ഞിട്ട് ലഗേജൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും കുറേ യാത്രയൊക്കെ ചെയ്തു. രാത്രിയിലായിരുന്നു, വെളുപ്പിനായിരുന്നു ഞാൻ വന്നത്. 2:45 അപ്പോൾ എന്തായാലും 2:45 നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് പോയത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട് എല്ലാവരുമായിട്ടും കുറേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷം വരുന്നതായിരുന്നു. ആ അൽത്തറയിലായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം വിളക്ക് കണ്ട് തിരിച്ചു പോരുന്നതായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലമാണിത്. ഞങ്ങൾ ഫാമിലി എല്ലാം ഉണ്ട്, ചേട്ടനും പിള്ളേരും ചേച്ചിയും കുഞ്ഞമ്മയും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വരണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം. ഞങ്ങൾ പണ്ടിങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നതായിരിക്കും. പക്ഷെ എൻ്റെ കോലൊക്കെ തെറ്റി. അപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അളിയനിങ്ങനെ എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ കുറേ ആയി കേട്ടോ ആഗ്രഹിക്കുന്നു. കുറേ ആയി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട്. ഇപ്പോൾ 14 വർഷമായി ഗൾഫിൽ പോയിട്ട്. അപ്പോൾ അന്ന് തൊട്ട് പോയിട്ടില്ല. വീണ്ടും പോകാൻ പറ്റും. ഭയങ്കര സന്തോഷം. ഭയങ്കരമായിട്ട് നല്ലോണം പ്രാർത്ഥിച്ചു കേട്ടോ. കുറേ ലോട്ടറിയൊക്കെ എടുത്തു. ലോട്ടറി അടിക്കുന്ന ഭാഗ്യം ഉണ്ടാകട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറേ എറണാകുളത്തെ തൃശ്ശൂർ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. കുറേ രസമാണ് കേട്ടോ. നിങ്ങളപ്പോൾ കുറേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയാണെന്ന് കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. അതായത് പൊള്ളിപ്പോകുന്ന ചൂടാണ്. എന്തായാലും വണ്ടിയിൽ AC ഇടാതെ രക്ഷയില്ല. ഭയങ്കരമായിട്ട് ചൂടാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കണം, അടിപൊളിയാണ്. എൻ്റെ വീഡിയോ എല്ലാം കാണുക. വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. അതായത് പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി കേട്ടോ. അപ്പോൾ അതൊന്നും പ്ലാനിനുള്ളതല്ല. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകണമെന്നുള്ള പ്ലാനേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെളുപ്പിനെ ചെന്ന് തന്നെ 5 മണി 5:30 ആയപ്പോൾ ചെന്ന് അവിടെ നിന്ന് കുളിച്ച് നേരെ 6:30 ആകുമ്പോഴത്തേനും തൊഴാൻ കയറി തരാം കേട്ടോ. 8:30 9:06 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ വന്നത്. അപ്പോൾ എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മറൈൻ ഡ്രൈവിൽ പോകണമെന്ന് വിചാരിച്ചു. അവിടെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലോട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണോ എന്ന് അറിയത്തില്ല, പോയേക്ക് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യമായിട്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ്. എല്ലാവരും ഉറങ്ങിപ്പോലും. എന്താ വെച്ചാൽ തലേദിവസം തൊട്ട് അവർ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഇവിടുന്ന് ഖത്തറിൽ നിന്ന് ഇറങ്ങിയതാണ്, നേരത്തെ ഇറങ്ങിയതാണ്. എന്തായാലും മറൈൻ ഡ്രൈവിൽ അവിടെ ചെന്നപ്പോഴാണ് ബോട്ടിങ്ങിന് അവർ വിളിച്ചത്. ബോട്ടിങ്ങിന് എന്തായാലും കയറിയിട്ട് ഒരു മണിക്കൂറത്തെ യാത്രയായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂർ ആ ബോട്ടിൽ പോയിട്ട് അവിടെ ഹാർബറോ കപ്പൽ കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്നതാണ്. പ്രത്യേകിച്ച് അവിടെ കാണാനൊന്നുമില്ല. പക്ഷേ ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വൈബാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. എത്രയും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.